പഠനകാലത്ത് ഹോസ്റ്റൽ ജീവിതം അനുഭവിച്ചിട്ടുണ്ടോ? എത്ര കഥകളാണ് ഹോസ്റ്റൽ കോറിഡോറിനും ജനൽ കമ്പികൾക്കും പറയാനുള്ളതല്ലേ? ലോക്ക്ഡൌൺ സമയത്ത് ഹോസ്റ്റലിൽ പെട്ടുപോയാൽ എന്തു ചെയ്യും? ഹോസ്റ്റൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കി മാറ്റിയിരിക്കുകയാണ് കുറച്ചുപേർ. വീഡിയോ കണ്ട് മടങ്ങി വരാം. ക്രിസ്ത്യൻ കോളേജ് ചെങ്ങന്നൂരിലെ MSc ഫൈനൽ ഇയർ വിദ്യാർത്ഥികളായ ആതിര വിജയ്, ശ്രുതി, അഞ്ജന, ഗോപിക വിബി തുടങ്ങിയവർ ചേർന്നാണ് നൃത്തച്ചുവടുകൾ കാഴ്ചവെച്ചത്. ഇനി ഇന്നത്തെ ഇൻസ്ട്രുമെന്റ് സെഷന്റെ സമയമാണ്. തൃശൂർ ഇരിങ്ങാലക്കുടയിലെ അവിട്ടത്തൂർ സ്വദേശി അഭിനന്ദ് മി നായർ എന്ന യുവാവാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ഇൻസ്ട്രുമെന്റ് സെഷൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹലോ ഓൾ, എൻ്റെ പേര് അഭിനന്ദ് വി നായർ. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞ പ്രദേശത്ത് ഔട്ടത്തൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അപ്പം ഞാനൊരു മ്യൂസിക് ഇൻസ്ട്രക്ടറാണ്. ഞാൻ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കർണാടക സംഗീതം വോക്കൽ 8th ഗ്രേഡ് പാസ് ഔട്ട് ആയ ഒരാളാണ്. ഞാൻ സ്കൂളുകളിൽ കലോത്സവത്തിൽ കുറച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് സംസ്ഥാന തലം വരെ ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാനൊരു പെർക്കഷനിസ്റ്റും കൂടിയാണ്. പെർക്കഷനിൽ ഞാൻ മെയിനായിട്ട് ഹാൻഡ് പെർക്കഷനാണ് യൂസ് ചെയ്യുന്നത്. ഹാൻഡ് പെർക്കഷനാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ കഹോൺ ആണ്. പലരും ഇത് തെറ്റായി തന്നെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. കജോൺ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് കഹോൺ ആണ് ഇതിന്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ. CAJON ആണെങ്കിലും കഹോൺ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. സോ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് എന്താണ് ഇൻസ്ട്രുമെന്റ്. ഇത് കുറെ കണ്ടിട്ടുണ്ട്, കുറെ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിനെപ്പറ്റി അറിയില്ല. അപ്പൊ ഞാൻ പ്ലേ ചെയ്ത് കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ട ആൾക്കാരനോട് ചോദിക്കുന്നുണ്ട്. എന്നോട് ചോദിക്കുന്നൊരു കാര്യമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ശരിക്കും നന്നായി. എനിക്ക് വളരെ താങ്ക്ഫുൾ ആണ്. അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു ബീറ്റ് ബോക്സിംഗ് പോലത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് ആക്ച്വലി ലാറ്റിൻ അമേരിക്കൻ ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു ആഫ്രോ ലാറ്റിൻ ടൈപ്പ് ഓഫ് മ്യൂസിക്സ് ആണ്. ഏൻഷ്യന്റ് പഴയ കാലങ്ങളിൽ ആഫ്രോ ലാറ്റിൻ മ്യൂസിക്സ് പ്ലേ ചെയ്യാനായിട്ട് പെറു എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് ഉത്ഭവിച്ച ഒരു ഇൻസ്ട്രുമെന്റ് ആണിത്. അപ്പൊ ലാറ്റിൻ മ്യൂസിക്, അതായത് അവരുടേതായ സാമ്പ, സാൽസ അങ്ങനത്തെ മ്യൂസിക്സ്, അങ്ങനത്തെ മ്യൂസിക്കൽസിനൊപ്പം പ്ലേ ചെയ്തിട്ട് പിന്നെ അത് യൂറോപ്പിലേക്ക് പോവാണ്. സ്പെയിനിലൊക്കെയുള്ള ഫ്ലെമൻകോ ടൈപ്പ് സ്റ്റൈൽസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. പിന്നെ അത് യൂറോപ്പില് ഭയങ്കര വിപുലമായ ആൾക്കാർ ഉപയോഗിക്കും. അതിനുശേഷമാണ് നമ്മുടെ രാജ്യത്തൊക്കെ ഇപ്പൊ ആൾക്കാർ കുറച്ച് വായിച്ചു വരുന്നത്, കുറച്ചല്ല കുറെ ആയിട്ട് ആൾക്കാർ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇൻസ്ട്രുമെന്റ്. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഡ്രംസിന്റെ ഒരു ഡയമെൻഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലത്തെ ഒരു ഫുട്ട്, സ്നെയർ, അതായത് ഒരു ശരിക്കുള്ള ഒരു ബീറ്റ് ബോക്സിംഗ്, ഒരു റിതം ഫ്ലെയർ തന്നെയാണ് ഇതിൽ നമുക്ക് കാണുന്നത്. ഇതിൽ 2-3 ഏരിയാസ് ഉണ്ട് പ്ലേ ചെയ്യാനായിട്ട്. വൺ എന്ന് പറഞ്ഞാൽ ഇത് ബേസ്, ലൈക്ക് ഡ്രംസിന്റെ ഫുട്ട് പോലെ തന്നെ ബേസ് ടോൺ ആണുള്ളത്. പിന്നെ ഉള്ളതൊരു ഹൈ ടോൺ ആണുള്ളത്. അത് നമുക്ക് നമ്മുടെ ഹൈ ഹാറ്റ്സിന്റെ പോലെയൊക്കെ ഉപയോഗിക്കാം, ഹൈ സ്ലാപ്പ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് വെരി ഹൈ സ്ലാപ്പ് ആണുള്ളത്, സ്നെയറിന്റെ പോലെയൊക്കെയുള്ള സ്ലാപ്പാണ് ഉള്ളത്. അപ്പൊ 3 ഏരിയാസ് ആണ് ഉള്ളത്. പിന്നെ അതുപോലെ സൈഡ് ഓൺസിലും പ്ലേ ചെയ്യാൻ പറ്റുന്ന കഹോൺസ് ഉണ്ട്. അപ്പൊ പ്ലേ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ. പിന്നെ ഇതിന്റെ ടോണിന്റെ അക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഹോൾ ഉണ്ട് അതിൽ ബാക്കിൽ. അപ്പൊ അതിലൂടെയാണ് ഇതിന്റെ അക്കോസ്റ്റിക്സിന്റെ ഒരു ടോണാലിറ്റി പുറത്തോട്ട് വരുന്നത്. ആ ഹോൾ എന്ന് പറഞ്ഞാൽ പല കഹോൺസിലും പല ടൈപ്പിലായിരിക്കും. പിന്നെ ഈ കഹോൺസ് തന്നെ പല ടൈപ്പിലുണ്ട്. അതായത് സ്ട്രിങ് കഹോൺ ഉണ്ട്, സ്നെയർ കഹോൺസ് ഉണ്ട്. ഈ പർട്ടിക്കുലർ കഹോണിൽ ഉള്ളിൽ ഇന്റേണലായിട്ട് 3 സ്നെയർസ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സ്നെയർ ടോൺ വരുന്നത്. ചില കഹോൺസിലാണെങ്കിൽ സ്ട്രിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് നമ്മളൊരു അക്കോസ്റ്റിക്കലി പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് സ്നെയർ കഹോൺസ് ആണ് ഉപയോഗിക്കുക. ഫോർ റെക്കോർഡിംഗ് പർപ്പസിന് അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു പർപ്പസിനനുസരിച്ച് സ്ട്രിങ്സ് ഒക്കെയാണ് ഉപയോഗിക്കുക. നമ്മൾ കഹോൺസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ LP ലാറ്റിൻ പെർക്കഷൻ ഉണ്ട്, ടൈക്കൂൺ ഉണ്ട്,
ടോക്ക ഉണ്ട്, അതുപോലെ യൂറോപ്യൻ കമ്പനീസ് വരുമ്പോൾ സെല ഉണ്ട്, ലാറോസ് ഉണ്ട്, DG ഉണ്ട്, ഡി ഗ്രെഗറിയോ, അങ്ങനെ ഒരുപാട് എന്താ പറയുക ബ്രാൻഡ്സിന്റെ കഹോൺസ്, നല്ല നല്ല കഹോൺസ് വരുന്നുണ്ട്. ഇപ്പം ഈ പെർട്ടിക്കുലർ കഹോൺ എന്ന് പറയുന്നത് ഒരു ടോപ്പ് ഇന്ത്യൻ ബ്രാൻഡാണ്. ക്ലാപ്പ് ബോക്സ് പറഞ്ഞിട്ട് അതിന്റെ CB11 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാപ്പ് ബോക്സ് ആണ്. ഇതിന്റെ എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ലൊരു ബേസ് ടോൺ, ഇതിന് ഇപ്പൊ നമ്മൾ മൈക്കിങ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ബേസ് ടോൺ ഇതിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ ബേസ് ടു സ്നെയർ ആ ഒരു പ്രൊപ്പോർഷൻ വളരെ നല്ലൊരു പ്രൊപ്പോർഷൻ ആണ് ഇത് കൊടുക്കുന്നത്. ഈ കഹോൺ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് നമുക്ക് ഷേക്കേഴ്സും ബ്രഷസും ഒക്കെ ഉപയോഗിച്ചിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഗിറ്റാറും ട്രംസും ഒക്കെ പരിശീലിച്ചിട്ടുണ്ട് ഈ കലാകാരൻ. എന്തായാലും കലാരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ അഭിനന്ദിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വെൽക്കം ടു യെറ്റ് ആൻഡ് അനദർ എപ്പിസോഡ് ഓഫ് A to Z. പാട്ടും ഡാൻസും ചില പൊടിക്കൈകളുമായി വീണ്ടും ഞാൻ A to Zലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ എങ്ങനാ തുടങ്ങുമല്ലേ? നമ്മുടെ കേരളത്തിന്റെ വാനമ്പാടി ആരാണെന്ന് ചോദിച്ചാൽ ഏത് ഉറക്കത്തിലും മലയാളി വിളിച്ചു പറയും അത് നമ്മുടെ KS ചിത്രയാണെന്ന്, അല്ലേ? പക്ഷെ ഭാരതീയ സംഗീതത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഒരു ഗായികയുണ്ട്. അനുകരണാതീതമായ ശബ്ദമാധുര്യത്തിനുടമ ലതാ മങ്കേഷ്കർ. ലതാജി എന്ന് ആദരവോടെ ഭാരതീയർ ചാർത്തിക്കൊടുത്ത നാമധേയം അംഗീകാരമായി കാണുന്ന ചലച്ചിത്ര പിന്നണി ഗായികയുടെ ജീവിത വഴിത്താരയിലൂടെ ഒരു യാത്ര പോയാലോ? സമൂഹത്തിൽ ആദരവും അംഗീകാരവും കിട്ടാൻ സോഷ്യൽ സ്റ്റാറ്റസിന്റെ മുൻതൂക്കം അല്ല വേണ്ടത്, പകരം കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും നമുക്ക് നേടിയെടുക്കാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ലതാ മങ്കേഷ്കറുടെ ജീവിതം. മറാത്ത നാടകവേദിയിലെ ഗായകനായിരുന്ന ദീനനാഥ് മങ്കേഷ്കറിന്റെയും ശുദ്ധമാതിയുടെയും 6 മക്കളിൽ മൂത്തയാളായി 1929 ഇൻഡോറിൽ ഒരു കൊങ്ങണി കുടുംബത്തിലാണ് ലതാജിയുടെ ജനനം. ലതാ മങ്കേഷ്കറിന്റെ ആദ്യ നാമം ഹേമ എന്നായിരുന്നു. പിന്നീട് ദീനനാഥിന്റെ ഭാവബന്ധൻ എന്ന നാടകത്തിലെ കഥാപാത്രത്തിന്റെ പേരായ ലതിക എന്ന പേരുമായി ബന്ധപ്പെടുത്തി പേര് ലത എന്നാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഹൃദയനാഥ് മങ്കേഷ്കർ, ആശാ ഭോസ്ലെ, ഉഷ മങ്കേഷ്കർ, മീന മങ്കേഷ്കർ എന്നിവരാണ് സഹോദരങ്ങൾ. പിതാവിൽ നിന്നാണ് ലത സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. 5-ാമത്തെ വയസ്സിൽ പിതാവിന്റെ സംഗീത നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. ലതാജിക്ക് 13 വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചു. കുടുംബം പോറ്റാൻ വേണ്ടി ലത സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. പിന്നീട് അഭിനയം വിട്ട് സംഗീതത്തിലൂടെ ലതാജി വളർന്നു. 1942 കിഡി ഹസാൽ എന്ന മറാത്തി ചിത്രത്തിൽ നാച്ചു യാ ഖാദേ ഖേലു ന മണി ഹാസ് ബാരി എന്ന ഗാനമാണ് ആദ്യമായി ആലപിച്ചത്. എന്നാൽ ഈ ഗാനം സിനിമയിൽ നിന്നും നീക്കപ്പെടുകയായിരുന്നു. ബോംബെ ടാക്കീസിന് വേണ്ടി നസീർ അജ്മീരി സംവിധാനം ചെയ്ത മജ്ബൂർ എന്ന ചിത്രത്തിലെ ഗുലാം ഹൈദർ സംഗീത സംവിധാനം ചെയ്ത മേരാ ദിൽ തോട എന്ന ഗാനമാണ് ലതാ മങ്കേഷ്കറിനെ ഗായിക എന്ന നിലയിൽ ശ്രദ്ധേയാക്കിയത്. ആ ശബ്ദമാണ് പിന്നീട് ഇന്ത്യ കീഴടക്കിയത്. 15 ഭാഷകളിലായി 40,000-ഓളം സിനിമാ ഗാനങ്ങൾ ആലപിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ ലതാ മങ്കേഷ്കറും ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ലതാജിയുടെ ഒരു ഹാർഡ് കോർ ഫാനിനെയാണ്. शिव ही सुंदर
സോണിയ. തലശ്ശേരിയാണ് സ്വദേശം. ഇപ്പോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കതിരൂരിൽ ഇംഗ്ലീഷിലെ ടീച്ചറാണ്. മ്യൂസിക്കാണ് എൻ്റെ ഏറ്റവും വലിയ പാഷൻ. ഇനി അതിൽ തന്നെ ലതാ മങ്കേഷ്കറിൻ്റെ ഓൾഡ് സോങ്സിനോടാണ് എനിക്ക് പാടാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടം. അതിനോടൊരു വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടെയാണ്. പിന്നെ പുതിയ സോങ്സ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സമയം കൂടിയാണ്. പക്ഷേ ഈ ഒരു ലോക്ക്ഡൗണിനെ ഞാൻ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാണുകയാണ്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് മനസ്സിലുള്ള കുറേ സോങ്സ്, കുറേ കോമ്പിനേഷൻസ്, മാഷപ്സ്, ഇതൊക്കെ ട്രൈ ചെയ്യാനും മ്യൂസിക്കിന് വേണ്ടി ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യാനും ഇതൊക്കെ പാടി വീഡിയോസ് ആക്കിയിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ ഇപ്പോൾ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രോസസ്സിലാണ്, അതിൻ്റെ ഒരു ഭയങ്കര ഹാപ്പിനെസ്സിലുമാണ് ഞാൻ. ഇംഗ്ലീഷ് ഭാഷ പരിചയം മാത്രമല്ല ടീച്ചറിന്, ശുദ്ധ സംഗീതത്തിലും നല്ല പ്രാവീണ്യമുണ്ടെന്ന് തുടക്കത്തിലെ ഗാനം കേട്ടപ്പോൾ മനസ്സിലായില്ലേ? സുബോധ് മുഖർജി സംവിധാനം ചെയ്ത 1957 പുറത്തിറങ്ങിയ പേയിങ് ഗസ്റ്റ് എന്ന സിനിമയിലെ മനോഹരമായൊരു ഗാനം കൂടി സോണിയ മാം. ഈ ഗാനം സംഗീതം പോലെ തന്നെ ജന്മനാ നമുക്ക് ലഭിക്കുന്ന കഴിവാണ് ചിത്രകല എന്നതും. വിരലുകൾ കൊണ്ട് മാന്ത്രിക സ്പർശം ഒരുക്കുന്ന മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പാങ്ങോട് കേന്ദ്രീയ വിദ്യാലയത്തിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ എബിന എബിനു എന്ന മിടുക്കി വീടുകളിൽ നമ്മൾ പാഴ്വസ്തുക്കളാക്കി കളയുന്ന പലതും ശേഖരിച്ച് അലങ്കാര ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ്. കണ്ടാലോ ആ കലാവിരുത്? Ebinu. I'm studying class 9. I'm studying in school KV Pangod. So in the lockdown time, I have done a thing with a waste material, that is the eggshell. I am doing this with the emoji. So all emoji I had done. Emojis, and I had also done stowel in this eggshell. And then it's created a nest like one model, and we done it. And the next one is the stone. The stone is not buying, we can get in our place also, in the surroundings. It's a stone and then a butterfly. എബിന നമ്മളിൽ പലർക്കും ഒരു മാതൃകയാണ് കേട്ടോ. പഠനത്തോടൊപ്പം നമുക്ക് ക്രിയേറ്റീവ് ആർട്സും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിൻ്റെ ഒരു മികച്ച മാതൃക. വെക്കേഷൻ ആയാൽ ഒരിടത്ത് അടങ്ങിയിരിക്കില്ല എന്നാണ് സാധാരണ കുട്ടികളെ പറ്റി വീട്ടുകാർ പരാതിപ്പെട്ട് കേൾക്കുന്നത്. അടുക്കളയിൽ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് കയറി പലതും കട്ടുനിന്ന ഒരു കുട്ടിക്കാലം നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഒന്ന് വേറെയാണ് കേട്ടോ. കാർമൽ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനാമിക എന്ന കൊച്ചുമിടുക്കി അടുക്കളയിൽ ആരുമായോ അംഗത്തിലേർപ്പെട്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൻ. നമുക്കിന്നൊരു ടൊമാറ്റോ പ്യൂരി ചേർക്കാം. ഇഷ്ടായോ അനാമിക കുട്ടിയുടെ കൊച്ചു പരീക്ഷണം? തീർച്ചയായും കയ്യടി അർഹിക്കുന്നുണ്ട് ഈ കൊച്ചുമിടുക്കിക്ക്. ഞാൻ എന്തായാലും ഈ ഡിഷ് ഇവിടെ പരീക്ഷിക്കും, നിങ്ങളും ട്രൈ ചെയ്യണം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച പാട്ടും ഡാൻസും ചില പൊടിക്കൈകളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരെ ബി സേഫ് അറ്റ് ഹോം. ദിസ് ഈസ് ദേവികാനൻ സൈനിങ് ഓഫ്.